ലോകത്ത് കെട്ടിടം ആദ്യമാരാ വാർത്തത്? നബി നൂഹ് പുത്രൻ തന്നെ കൻആനാണത്. ഈ വിവരമെവിടാ സോദരാ പറയുന്നത്? റൂഹുൽ ബയാൻ തഫ്സീർ ഹൂദിൽ ഉണ്ടിത്. നബി നൂഹിനാ വയസ്സാദമേക്കാൾ അധികവും എന്നുള്ളതിൽ എന്താ സുഹൃത്തേ സത്യവും? നബി ആദമേക്കാൾ വയസ്സ് നൂഹ് നബിക്കുമാ എന്ന് ഇബ്നു അബ്ബാസിൻ്റെ ഖൗലിൽ വ്യക്തമാ. ശരി, എത്ര വയസ്സെന്നാ മഹാൻ പറയുന്നത്? 450 അൽഫുമാണ് എണ്ണുന്നത്. ഇവിടെ ഹബീബേ ഇപ്രകാരം ഉള്ളത് മുസ്തറഫ് എന്ന കിതാബിലാ പറയുന്നത്. പെട്ടെന്ന് നോക്കി കാണുവാനെന്താ വഴി? അതിനുള്ള 2-ാം ഭാഗം 20-ലാം മൊഴി. നബി നൂഹ് എവിടെ ജനിച്ചു, എവിടാ മരണവും? ജനനം ദിമഷ്ക, കൂഫയിൽ വെച്ചന്ത്യവും. ഇബാദത്തിനെനിക്കെന്തു മടിയാ ക്ഷീണവും? അതു മാറുവാനുണ്ടോന ഹബീബേ മാർഗവും? ഓതേണ്ടതാണൊരു 130 അതിനു താൻ സുബ്ഹിക്ക് ശേഷം യാ ഖവിയ്യു യാ മതീൻ. ദൈനംദിനം 626 ഓതുന്നു എങ്കിൽ ഉണ്ടതിൽ അസ്റാറ. ഇത് നല്ലതാ, ചെയ്യാൻ എളുപ്പവുമുള്ളതാ. ഏതിലുള്ളതാണെന്നൊന്നറിഞ്ഞാൽ നല്ലതാ. നോക്കാം ശുനൂഹാത്തിൽ സുഹൃത്തേ ഉണ്ടിത്. 48-ാം പേജിലാ പറയുന്നത്. നബി ആദമിന് വയസ്സെത്രയാ പറയുന്നത്? അത് 1000 ഉണ്ടെന്ന് തന്നാണുള്ളത്. ആദം നബി മരിക്കുന്ന സമയം അറിയുമോ? ഭാര്യക്ക് പ്രായം എന്തു വരുമെന്നോർക്കുമോ? 900 കൂടാതെ 97 വയസ്സുള്ളതിൽ പിന്നീട് ജീവിതമേഴ്. ഇതിൽ നിന്ന് നീ ചിന്തിച്ചു നോക്കവർ കന്ന് സുഹൃത്തേ, ശരിക്കും പ്രായമെന്തുണ്ടെന്ന്? 900 കൂടാതെ 90 എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ജവാബും വന്ന്. ഇത് ബഹജയിൽ നീ നോക്കിയാൽ കാണുന്നതാ. 299-ൽ വിവരിച്ചതാ. കോടാനകോടി അനുഗ്രഹം നാം എല്ലാവരിലും ചൊരിച്ച അല്ലാഹു അസ്സ വജല്ല. അതിൽ നിന്ന് ഏറ്റവും വലുത് ഏതാണെന്ന് വിവരിച്ചു തരുമോ താങ്കളും എനിക്കെന്ന്? ഇസ്ലാമിലേക്ക് ഹിദായത്താക്കിയതാണ്. അൽഹംദുലില്ലാഹ്, സ്തോത്രവും അവനാണ്. രണ്ടാമതായി ഏതാ ഹബീബേ എന്ന് അറിയാൻ എനിക്കും ആഗ്രഹം തുളുമ്പുന്ന്. ആരോഗ്യമാണെന്ന ഹദീസിൽ വന്നതും അബ്ബാസ് അവർ പറയുന്നു നബിയിൽ നിന്നിതും ആരോഗ്യമേറ്റം ആഴമുള്ളൊരു നിഅമത്താ. ഭംഗം ഭവിച്ചാൽ വലിയ വലിയ മുസീബത്താ. അതുകൊണ്ട് തന്നെ റബ്ബിനോട് ഇക്കാര്യവും ചോദിക്കലും നമ്മൾ ഖുനൂത്തിൽ നിത്യവും.